നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. താനത്തെ കാണിക്കുന്നേ വീട് സച്ചേട്ടാ, ഒരു മിനിറ്റ്, ഞാൻ പാല് ചൂടാക്കിക്കൊണ്ട് ഇപ്പൊ വരാം. മോള് വിശന്ന് കരയെന്ന് കേട്ടില്ലേ? സച്ചേട്ടൻ മോളുടെ അടുത്ത് ചെന്നിരിക്കെ. അതിന് വേണമെങ്കിൽ ഇനിയും അവസരമുണ്ട്. എല്ലാവരും കൂടി അറിഞ്ഞ് ഇവളെ ഒന്നുകൂടി കെട്ടാൻ ഞാൻ തയ്യാറാ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇതിനകത്ത് സൗകര്യങ്ങളൊക്കെ കുറവാണെന്ന് അച്ഛൻ അറിയാൻ മോളെ. ആര് തള്ളി പറഞ്ഞാലും നിന്നെ അച്ഛൻ തള്ളി പറയില്ല. നിന്റെ കാര്യത്തിലാ അച്ഛന് ഏറ്റവും കൂടുതൽ കരുതലുള്ളത്. അത് മറ്റാരെക്കാളും നന്നായിട്ട് നിനക്കറിയാം. നിന്റെ ഏട്ടന്മാർക്ക് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹ കൂടുതലുകൊണ്ടാ നിനക്ക് ഈ ചെറിയ ശിക്ഷ തന്നത്. ജീവിതം നീ കാണുന്നതല്ല മോളെ. നിന്നെ നെല്ലിശ്ശേരി വീടിനകത്ത് താമസിപ്പിക്കണമെന്ന് തന്നെയാ അച്ഛനാഗ്രഹം. പക്ഷേ നിന്റെ ഏട്ടന്മാരുടെ വിഷമം മാറാതെ അതിന് സാധിക്കില്ല. നിന്നോടുള്ള കരുതലും സ്നേഹവും കൊണ്ട് തന്നെയാ അർച്ചനയെ കൊണ്ട് നിന്നെ തിരിച്ചു വിളിപ്പിച്ചത്. അച്ഛന്റെ മോള് എന്നും അച്ഛന്റെ കൺമുമ്പിൽ തന്നെ വേണം. സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് അച്ഛനെ കാണണം. ഈ അച്ഛനെ നിനക്ക് എന്തെങ്കിലും മനസ്സിലാവും. കൊള്ളാം, നല്ല ഒന്നാം തരം സെന്റി ഡയലോഗ്. നിന്റെ അച്ഛന് പെണ്ണുങ്ങളുടെ മനസ്സ് നന്നായിട്ട് അറിയാം. നിന്റെ അച്ഛമ്മന്റെ അമ്മയെ പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത്? ആയിരിക്കും. ഇതുപോലെ നല്ല ഡയലോഗ് പറഞ്ഞായിരിക്കും അമ്മയും വീഴ്ത്തിയത്. അതൊക്കെ പോട്ടെ, നിന്റെ അച്ഛന് നിന്നോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. കണ്ട 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 നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്. ഇത് മതി. ഇതാണ് നമ്മുടെ ട്രംപ് കാർഡ്. ഇനി നമുക്ക് നെല്ലിശ്ശേരിക്ക് അകത്തോട്ട് കയറാൻ ഒരു പ്രയാസവും. എനിക്കിനി അതിന്റെ അകത്ത് കയറണ്ടെങ്കിലോ? അങ്ങനെ പറയരുത്. ഈ വീട് നിന്റെയും കൂടിയാ, നിനക്കും കൂടി അവകാശപ്പെട്ടത്. എനിക്കൊരു അവകാശവും വേണ്ട. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാ മതി. കണ്ടില്ലേ പിച്ചക്കാർക്ക് കൊടുക്കുന്നത് പോലെ ആഹാരം കൊണ്ടുവന്നത്? അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വിളിച്ച് അകത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയിരുത്തി ഭക്ഷണം തരില്ലായിരുന്നോ? അച്ഛൻ അങ്ങനെ ചെയ്ത ഏട്ടന്മാരെ എതിർക്കോ? ഒരിക്കലുമില്ല. നിന്റെ അച്ഛന് നിന്നോട് നല്ല സ്നേഹമുണ്ട്, അതിലെനിക്ക് ഒരു സംശയമില്ല. പക്ഷേ ധൈര്യമില്ല. ഈ സ്നേഹം നമ്മൾ മുതലാക്കണം. നിന്നോടുള്ള അച്ഛന്റെ സ്നേഹത്തിന്റെ തുമ്പിൽ പിടിച്ചു വേണം നമുക്ക് ഈ ഔട്ട് ഹൗസിൽ നിന്ന് നെല്ലിശ്ശേരി വീടിന്റെ പടി കയറാൻ. ഇന്ന് നിന്നെ ഔട്ട് ഹൗസിലേക്ക് തള്ളിവിട്ടവർ നാളെ നിന്നെ അംഗീകരിക്കും. അങ്ങനെ എന്നെ മാത്രം ഇപ്പൊ അംഗീകരിക്കണ്ടെങ്കിലോ? എന്റെ ഭർത്താവിനെയും കൂടി അംഗീകരിക്കാമെങ്കിൽ മാത്രം മതി എനിക്ക് അവരുടെയൊക്കെ സ്നേഹം. അവരെന്നെ അംഗീകരിക്കും. ആ ദിവസത്തിന് വേണ്ടി തന്നെയാണ് നമ്മുടെ കാത്തിരിപ്പ്. നീ ഭക്ഷണം എടുത്ത് വെക്ക, നല്ല വിശപ്പ്. എന്റെ പൊന്നു മോളെ, നിന്നെ മുന്നിൽ നിർത്തി തന്നെ ഞാൻ നെല്ലിശ്ശേരി വീടിനകത്ത് കയറും. അതെന്റെ വാശിയാ.
താനെന്തേ കാണിക്കുന്നേ? വീട് സച്ചേട്ടാ, ഒരു മിനിറ്റ്. ഞാൻ പാല് ചൂടാക്കിക്കൊണ്ട് ഇപ്പൊ വരാം. മോള് വിശന്ന് കരയുന്ന കേട്ടില്ലേ? സച്ചേട്ടൻ മോളുടെ അടുത്ത് ചെന്നിരിക്കെ. അതിനെ കുഞ്ഞിനെ അവർ കൊണ്ടുപോയില്ലേ? പിന്നെന്തിനാ ഇതൊക്കെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.